നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ് ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളമാകുക എന്നുള്ളത്. നമ്മുടെ ആഗോള സാമ്പത്തിക രംഗത്തും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നും സ്ഥിരമല്ല, എല്ലാം മാറി മറിഞ്ഞ് വരികയും മാറ്റത്തിന് വിധേയമാവുകയും പഴയത് നിലനിൽക്കത്തില്ല, പുതിയത് അതിൻ്റെ സ്ഥാനത്ത് വരികയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഹിസ്റ്ററിയെക്കുറിച്ച് മനസ്സിലാക്കുക. ഏത് മേഖലയായാലും ശരി, അത് സാമ്പത്തികമായിട്ടുള്ള മേഖല മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സാമൂഹ്യ തലത്തിലും രാജ്യത്തിൻ്റെ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എല്ലാം തന്നെ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് സ്ഥിരമായി കാണുവാൻ അല്ലെങ്കിൽ നമുക്ക് വീക്ഷിക്കുവാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇക്കണോമിക് കോമ്പറ്റീഷൻ്റെ കാര്യത്തിലും, കാരണം എല്ലാ രാജ്യങ്ങളും എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ പല രാജ്യങ്ങളുമായിട്ട് പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, മറ്റ് തന്ത്രപരമായിട്ടുള്ള പ്രതിരോധ മേഖലയുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അമേരിക്ക റഷ്യ, അമേരിക്ക ചൈന, ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ, ഇല്ലേ, സൗദി ഇറാൻ, അല്ലെങ്കിൽ ടർക്കി ഇറാൻ, പാകിസ്ഥാൻ ഇറാൻ, അങ്ങനെയുള്ള കോമ്പറ്റീഷൻ നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് പരസ്പരം കാണാം. അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ മറ്റൊരു കൂട്ടം രാജ്യങ്ങൾക്കെതിരെ, ഇല്ലേ, കോമ്പിനേഷൻ ഓഫ് നേഷൻസ്, ഇപ്പോൾ ഒരു ബ്ലോക്കായിട്ട് ബ്രിക്സ് വേഴ്സസ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ G7 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ എവിടെയും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കോമ്പറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് ഈ ഒരു പ്രത്യേക ടോപ്പിക്ക് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ട്രംപിൻ്റെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ വരവോടുകൂടി ട്രംപ് വളരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക നിലപാടുകളാണ് എല്ലാ രാജ്യങ്ങൾക്കെതിരെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. ഉം, അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള മേഖലയിലെ നമ്പർ വൺ ശത്രു റഷ്യയും സാമ്പത്തിക മേഖലയിൽ അവരുടെ നമ്പർ വൺ ശത്രു ചൈനയുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചൈന വളർന്ന് ഒരു ലോകത്തെ ഏറ്റവും രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ചൈനയെ മുമ്പോട്ട് അവരുടെ വളർച്ചാ നിരക്ക് കുറവാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുമായിരിക്കാം, നമുക്കറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തായാലും അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള മത്സരമാണ് ചൈനയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണവും അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പറയുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് മറ്റൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എവിടെയുമുണ്ട്, ഇല്ലേ? രാജ്യങ്ങൾ തമ്മിലുണ്ട്, രാജ്യത്തകത്തുള്ള കമ്പനികൾ തമ്മിലുണ്ട്, സെക്ടേഴ്സ് തമ്മിലുണ്ട്, റീജിയൻസ് തമ്മിൽ കാണാം, ഇല്ലേ? അപ്പോൾ ആ കോമ്പറ്റീഷൻ ആണ് നമുക്കിവിടെയും ഈ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിലും ഈ കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ട്രംപ് വന്ന് ഈ ടാരിഫ് എല്ലാം ചൈനയുടെ മുകളിൽ ചുമത്തിയപ്പോൾ ഒട്ടുമിക്ക കമ്പനികൾക്കും, എന്നുവെച്ചാൽ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ചൈനയെ മാനുഫാക്ചറിങ് ഹബ്ബാക്കി നിർത്തിക്കൊണ്ട് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് വൻതോതിലുള്ള തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അമേരിക്കയിലുള്ള കമ്പനികളായാലും ശരി, മറ്റേ രാജ്യത്തെ കമ്പനികളായാലും ശരി, ചൈനയിൽ നിന്നും ഉൽപ്പാദനം നടത്തി അമേരിക്കൻ വിപണിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്പനികൾക്കൊക്കെ തന്നെ വളരെ എന്താണ് പറയുന്നത്, ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടി പ്രഹരം ലഭിച്ചു. കാരണം വൻതോതിലുള്ള ടാരിഫ് ഏർപ്പെടുത്തിയത് കൊണ്ട് ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ, അമേരിക്കൻ മാർക്കറ്റിൽ, കമ്പോളത്തിൽ അവർക്ക് കൊണ്ട് വിറ്റഴിക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥയാണ്. കാരണം ടാരിഫിൻ്റെ റേറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നത്തിന് അമേരിക്കൻ മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് വലിയ വിലയായിരിക്കും. അപ്പോൾ വലിയ വില കൊടുത്ത് എന്തായാലും കസ്റ്റമേഴ്സിനത് വാങ്ങാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് വിൽപ്പന സാധ്യമാകത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരവസ്ഥ ട്രംപ് വന്നതോടുകൂടി ട്രംപ് വന്നതിന് ശേഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ചൈനയെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല പ്രധാനപ്പെട്ട കമ്പനികളും ഇപ്പോൾ അത് റീതിങ്ക് ചെയ്യാണ്, തിരിച്ച് പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഇനിയും ബിസിനസ് ഓപ്പറേഷൻസ് നടത്താൻ സാധിക്കത്തില്ല. പൂർണ്ണമായിട്ടല്ലെങ്കിൽ തന്നെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പിന്നെ ശതമാനം അവരുടെ ഓപ്പറേഷൻസ്
അവിടുന്ന് പറിച്ചു മാറ്റി മറ്റ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, വിയറ്റ്നാം അല്ലെങ്കിൽ ഇതുപോലുള്ള ചീപ്പായിട്ടുള്ള ലേബർ അവൈലബിൾ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള രാജ്യങ്ങളിലേക്ക് അവർ റീപ്ലാന്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി പറഞ്ഞത് ആപ്പിൾ എന്ന് പറയുന്ന ഐഫോൺ, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഐഫോൺ പിന്നെ എന്താണ് പറയുന്നത് എൻ്റെ കമ്പനിയാണ്. അപ്പോൾ അവർ ചൈനയെ വിട്ടിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ഓപ്പറേഷൻസ് വിപുലമാക്കുക എന്നുള്ള ഒരു പ്രവൃത്തികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഫോക്സ്കോൺ, ടാറ്റ, ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. അവർക്ക് വേണ്ടി ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺസ് ഉൽപ്പാദിപ്പിച്ചു ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികളാണ് ഫോക്സ്കോണും അതുപോലെ തന്നെ ടാറ്റ ഇലക്ട്രോണിക്സ് പറയുന്നത്. അപ്പോൾ ചൈനയായിരുന്നു ഈ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിലും ഒരു നമ്പർ 1 കുത്തക അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യം കയറ്റുമതിയിൽ ചൈനയ്ക്കുണ്ടായിരുന്നു അടുത്ത കാലത്ത് വരെ. അപ്പോൾ ട്രംപിൻ്റെ ഈ ടാരിഫ് വന്നതിന് ശേഷം ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ കമ്പനികൾക്കും എല്ലാം തന്നെ ആഗോളതലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഒരിടത്തും കൊണ്ട് വിറ്റഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പനികൾക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. ചൈന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് അവർക്ക് പിന്നെ മാറി അവരുടെ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഒരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ചൈനയെ പരമാവധി അവർ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വളരെയധികം ഗുണകരമാവുകയും ചെയ്തു. അപ്പം അതിൻ്റെ റിസൾട്ട് അത് വെളിവാക്കുന്നുണ്ട്. ഒരു ഡേറ്റ റിസർച്ച് കമ്പനിയായിട്ടുള്ള കനാലിസ് നടത്തിയ പഠനത്തിൽ 2024 അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷം ആദ്യ പാദത്തിൽ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തെ കാലയളവിൽ, അത് ആദ്യത്തെ ക്വാർട്ടർ, ഫസ്റ്റ് ക്വാർട്ടറിൽ ചൈനയിൽ നിന്നും US പോയിക്കൊണ്ടിരുന്ന സ്മാർട്ട് ഫോണിൻ്റെ കയറ്റുമതിക്ക് വൻതോതിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 61% ചൈനയ്ക്കായിരുന്നു ഈ പറഞ്ഞൊരു ഷെയർ ഉള്ളത്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന സ്മാർട്ട് ഫോണിൻ്റെ മൊത്തം വിഹിതത്തിൽ 61% ചൈനയ്ക്കായിരുന്നു. പക്ഷേ ഈ വർഷം അത് 25%ആയിട്ടത് കൂപ്പുകുത്തി. ഇപ്പം എന്ന് പറഞ്ഞാൽ വൻതോതിലുള്ള കുറവാണ് അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നും ഈ പറഞ്ഞ കമ്പനികൾ അവരുടെ ഓപ്പറേഷൻസ് മാറ്റി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മാനുഫാക്ചറിങ് മാറ്റി ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് കേന്ദ്രീകരിച്ച് അവർ അത് വിപുലപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിയറ്റ്നാമിന് നേട്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതി ഈ പറഞ്ഞ സമാന കാലയളവിൽ 13% നിന്ന് 44% വർദ്ധിച്ചു, അല്ലെങ്കിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ തിരിച്ചടി ഇന്ത്യ കൃത്യമായിട്ടത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു തെളിവാണിതെന്ന് പറഞ്ഞത്. കാരണം ഡേറ്റ സ്പീക്സ് ഇല്ലേ, ഡേറ്റയാണല്ലോ സംസാരിക്കുന്നത് എപ്പോഴും, അല്ലെങ്കിൽ ഫിഗർ അല്ലേ, അക്കങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പം US സ്മാർട്ട് ഫോൺ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന അതിൽ ഏറ്റവും മൂന്നാമതായി നിന്നിരുന്ന വിയറ്റ്നാമിനും ഈ പറഞ്ഞ ഒരു ചൈനയുടെ കോട്ടം വിയറ്റ്നാമിന് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വിയറ്റ്നാമിൻ്റെ കയറ്റുമതി 24% നിന്ന് 30%-ലേക്ക് അവർക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ ഐഫോൺ മാത്രമല്ല, സാംസങ്, മോട്ടറോള ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ ചൈനയെ വിട്ടിട്ട് ഇന്ത്യയിലും വിയറ്റ്നാമിലും ഒക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനും വ്യാപിപ്പിക്കുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അറിയുന്ന ഏറ്റവും ഗ്ലോബൽ ജയൻസ് ആണ് ഇവരൊക്കെ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോൺ സെക്ടറിൻ്റെ, മൊബൈൽ ഫോൺ സെക്ടറിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ സെക്ടറല്ലാതെ മറ്റു പല സെക്ടറുകളുണ്ടല്ലോ ഒരു എക്കോണമികളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സെക്ടറുകൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഓട്ടോമൊബൈൽ കമ്പനികളുണ്ട്. അമേരിക്കയിലെ കമ്പനികളൊക്കെ ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഓട്ടോമൊബൈൽ കമ്പനീസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലുള്ള കമ്പനികളൊക്കെ തന്നെ ഉണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ടാരിഫ് ബാധകമാണ്. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് അവർക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കത്തില്ല. കയറ്റുമതി ചെയ്യാൻ സാധിക്കും, പക്ഷേ വൻതോതിലുള്ള വില അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഫൈനൽ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കൺസ്യൂമേഴ്സിന് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ കമ്പനികൾക്ക് വിറ്റഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആപ്പിളിനെ അപേക്ഷിച്ച് സാംസങ്ങിൻ്റെയും മോട്ടറോളയുടെയൊക്കെ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് കുറവാണ്. ഏറ്റവും കൂടുതൽ ആപ്പിളാണ്. പക്ഷേ ഇന്ത്യയുടെ ഈ നിലവിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള ആ ഒരു ഇക്കോസിസ്റ്റം ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യ കൂടുതൽ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ്
ഈ പറഞ്ഞ കമ്പനികളുടെയൊക്കെ പ്ലാൻ. ആപ്പിൾ ഓൾറെഡി അവർ തീരുമാനിച്ചു കഴിഞ്ഞു, സാംസങ് ഏകദേശം ഒരു തീരുമാനത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ മോട്ടറോള പോലുള്ള കമ്പനികളൊക്കെ തന്നെ, പിന്നെ മറ്റ് പല സെക്ടറിലുള്ള കമ്പനികളൊക്കെ തന്നെ ഈ പറഞ്ഞ ഒരു തീരുമാനത്തിൻ്റെ വഴിയിലാണ്, അല്ലെങ്കിൽ അവർ അവരുടെ കമ്പനിയുടെ തന്ത്രങ്ങൾ മാറ്റിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് കമ്പനികളും അവരുടെ ചൈനയിൽ നിന്നുള്ള ഉൽപ്പാദനവും കയറ്റുമതിയൊക്കെ തന്നെ സമീപഭാവിയിൽ കുറയ്ക്കുമെന്ന സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പല രാജ്യങ്ങളും കരുതുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതുന്നതല്ല, അത് നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണി തന്നെയാണ് പല രീതികളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ചൈനയിലെ സാന്നിധ്യം US പോലുള്ള വലിയ വിപണികളിലേക്ക് കടക്കുന്നതിനെ തടയുമെന്ന് കമ്പനികൾ ഭയക്കുന്നുണ്ട്. അതാണ് പ്രധാന കാരണം. ചൈനയിൽ നിന്നാണ് അവർ അവരുടെ മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് അമേരിക്കൻ വിപണിയിലേക്ക് അതിനുള്ള ആക്സസ് തീർച്ചയായിട്ടും ലഭിക്കത്തില്ല. ടാരിഫ് വളരെ കൂടുതലാണ്, അവർക്ക് കോമ്പറ്റീറ്റീവായിട്ട് അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കമ്പനികൾ, കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് നേരിടുന്നതുകൊണ്ട് അവർ പിന്നെ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഈ പറഞ്ഞ ട്രേഡ് വാറ് ഇല്ലാത്ത അല്ലെങ്കിൽ കുറവുള്ള, ടാരിഫ് കുറവുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും, അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സമാനമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുത്ത് അവരുടെ ഓപ്പറേഷൻസ് ചൈനയിൽ നിന്ന് മാറ്റി ഈ പറഞ്ഞ രാജ്യങ്ങളിൽ വിപുലീകരിക്കുകയും, അങ്ങനെ കൂടുതൽ ചൈനയ്ക്ക് ബിസിനസ് നഷ്ടമാകാനുള്ള സാധ്യതയുടെ ഒരു വഴി തെളിയുകയും ആണ് നമുക്കിത് കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇനിയുള്ള വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നമുക്കറിയാം മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലെ പ്രധാനപ്പെട്ട കമ്പനികൾ ആരൊക്കെയാണ് ചൈന വിടുന്നതെന്നും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ അവർ അവരുടെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റിയെടുക്കാൻ അവർ തീരുമാനമെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. തൽക്കാലം ഇത്തരം 18 ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.